Good morning, students. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Okay. Good morning. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞോ? ആദ്യത്തെ ക്ലാസ് ഉഷാറായിട്ടിരിക്കല്ലേ? Yes, ma'am. Yes, ma'am. Yes, ma'am. Yes, ma'am. Yes, ma'am. ഓക്കെ, നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ പഠിച്ചേ? ഓർമ്മയുണ്ടോ? ചെയ്തു നോക്കിയോ? നോട്ട്സ് കിട്ടിയോ നിങ്ങൾക്ക്? നോട്ട്സ് കിട്ടിയോ? HA7A അല്ലേ? HA7A നോട്ട്സ് കിട്ടിയോ? സെന്റൻസസ് സെന്റൻസിന് കിട്ടിയല്ലേ? ഓക്കെ, പിന്നെ ചെയ്തു നോക്കിയോ? മിസ് ഒരു 5 ക്വസ്റ്റ്യൻസ് മിസ് തന്നിരുന്നു. ചെയ്തു നോക്കിയാ? 5 ക്വസ്റ്റ്യൻസ് നോക്കി. വെരി ഗുഡ്. എന്തൊക്കെയാ നമ്മൾ പഠിച്ചേ കഴിഞ്ഞ ക്ലാസ്സിൽ? സെന്റൻസ് അല്ലേ? വാട്ട് ഡു യു മീൻ ബൈ സെന്റൻസ്? ഓക്കെ, സെന്റൻസ് എന്താണെന്ന് പഠിച്ചു. സെന്റൻസിന് 2 പാർട്സ് അല്ലേ? സെന്റൻസിന് 2 പാർട്സ് ഉണ്ട്. പ്രെഡിക്കേറ്റ്, സബ്ജക്റ്റ്, പിന്നെന്താ പഠിച്ചേ? 4 തരം സെന്റൻസസ് ഉണ്ട് അല്ലേ? അത് പഠിച്ചു. പിന്നെ ക്ലോസ് സ്ട്രക്ചർ പ്രകാരം സെന്റൻസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത്രയും പഠിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് രണ്ടാമത്തെ ഇത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? സ്പീഡ് കൂടുന്നുണ്ടാ? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, പറയണം കേട്ടാ. എന്തെങ്കിലും മനസ്സിലാതെ ചോദിക്കുക. അത് മിസ്സിനോട് ചോദിക്കുക. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയാ കേട്ടാ. നല്ലോണം 2-3 പ്രാവശ്യം മിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവസാനം കേട്ടാ. ആദ്യം പറഞ്ഞത് അവസാനം. ഓക്കെ, അപ്പൊ തന്നെ ചോദിക്കുക കേട്ടാ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, ഇന്നത്തെ പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, മിസ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. അതപ്പോ നോട്ട്സ് നോക്കുക കേട്ടോ. നോട്ട്സ് കൊടുത്തിട്ടുണ്ട് ഡോക്യുമെന്റിലെ. ഡോക്കാക്കില് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 5 ക്വസ്റ്റ്യൻസ് മിസ് കൊടുത്തിട്ടുണ്ട്. ഏതായിരുന്നു ചാപ്റ്റർ? സെന്റൻസ്. ഓക്കെ, സെന്റൻസസ് അതാണ് ചാപ്റ്റർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ. നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് നോക്കാം. ഓക്കെ, ഏതാ പാർട്സ് ഓഫ് സ്പീച്ച്? മാമിന്റെ നെയിം? മാമിന്റെ ഫസ്റ്റ് ക്ലാസ് ഇത്. എന്റെ പേര് അർച്ചന. ഫസ്റ്റ് ക്ലാസ്. ഇത് ഫസ്റ്റ് ക്ലാസ് ആണോ? അതെങ്ങനെ? ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്. ഞങ്ങൾക്ക് കേറിയിട്ടില്ല. ഫസ്റ്റ് ക്ലാസ് A ആണല്ലേ? HA7A അല്ലേ? C ആണ് മാം. ഫസ്റ്റ് ആയിട്ട് ഞാൻ പഠിപ്പിക്കുന്ന കേറിയിട്ടില്ല. മാം ക്ലാസ്സിൽ കയറിയിട്ടില്ലല്ലോ. ഫസ്റ്റ് ക്ലാസ് അല്ലേ? അല്ല, HA7A അല്ലേ ഇത്? അല്ല, C ആണ് മാം. A അല്ല, C ആണ്. ശരിയാണ്. ഓക്കെ, എന്നാ ഒരു മിനിറ്റ് ട്ടാ. HA7A ആണ് ഇപ്പം. ജസ്റ്റ് മിനിറ്റ്. ഈ ടീച്ചർ മുമ്പ് കേറിയിട്ടുണ്ടായിരുന്നോ? എനിക്ക് ഫസ്റ്റ് ക്ലാസ് മിസ്സായി. കയറിയിട്ടില്ല. നമുക്കേ 10:30 മുതൽ 12 മണി വരെയല്ലേ ക്ലാസ്? പിന്നെ അത് കഴിഞ്ഞ ഉച്ചക്ക് ശേഷമില്ലല്ലോ? ഇല്ല. ഇല്ല, ഈ മിസ് ക്ലാസ് തെറ്റി കയറിയതാ.
ഇത് എന്താ പറയാ ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചറാണ്. ഇന്നലെ എന്താ ഇംഗ്ലീഷ് അതിന് ടെക്സ്റ്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലാന്ന് അപ്പൊ 5 ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പറഞ്ഞത് ആരാണ്? അത് ക്ലാസ്സിനുള്ളതാ. ഫാർമസിയുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ട് ഗൂഗിളിൽ തന്നെ ഫില്ല് ചെയ്ത് വിടാനല്ലേ? അതെ. അതെ അതെ. ഇന്നലെ ആരൊക്കെ ക്ലാസ് എടുത്താന്നറിയോ? ഞാൻ ഇന്നലെ ക്ലാസ്സിന് കയറിയിട്ടുണ്ട്. ഇന്നലെ നമുക്ക് മിഞ്ഞാന്നെടുത്ത ഒരു മുസ്ലിം ടീച്ചേഴ്സ്, വാഹിദ മാമും പിന്നെ ആരായിരുന്നു? മ്യൂട്ട് ഓക്കെ. മ്യൂട്ട് ചെയ്യാട്ടോ. അപ്പൊ ആദ്യത്തെ ക്ലാസ് ആണല്ലേ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ. എ ആണ് കേട്ടോ. HA7 A. ഓക്കെ. മ്യൂട്ട് ചെയ്യാം. മ്യൂട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. എല്ലാരും മ്യൂട്ടാക്കുക. രേഖ വിച്ചു മ്യൂട്ടാക്കുക കേട്ടാ. എല്ലാരും മ്യൂട്ടാക്കുക. ഓക്കെ. ഒരാള് മ്യൂട്ടാക്കാതിരുന്നാല് എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓക്കെ. മ്യൂട്ടാക്കിയ. ഓക്കെ. ഓക്കെ, നമുക്ക് കുറച്ച് ഗ്രാമർ പഠിക്കാം കേട്ടോ. സെക്കൻഡ് ക്ലാസ് എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുകയല്ലേ? എന്റെ പേര് അർച്ചന കേട്ടാ. അർച്ചന അരവിന്ദ്. ഓക്കെ. നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറാണ്. ഓക്കെ. ഇംഗ്ലീഷ് ഗ്രാമർ. ഓക്കെ. ഫസ്റ്റ് നമുക്ക് ലെസൺ 1 സെന്റൻസസ്. ഓക്കെ. ഓക്കെ. സെന്റൻസസ് എന്താണ്? സെന്റൻസസ് എന്ന് പറഞ്ഞാല് ഓക്കെ ഒരു പദസമൂഹം ഓക്കെ അത് പൂർണ്ണമായ അർത്ഥം നൽകുന്നതിനെയാണ് വാക്യം എന്ന് പറയുന്നത്. എന്താണ്? A set of words which is complete in itself. എന്താണ്? A set. Okay. A set of words which is complete in itself is called a sentence. ഈ ക്ലാസ്സിന് കോഡ് കിട്ടും കേട്ടോ. കിട്ടും. ടെക്നിക്കലോട് ചോദിക്കണം കേട്ടോ. കിട്ടാതിരിക്കാൻ വഴിയില്ല. നാളെ റെഡി ആവും കേട്ടോ. ഓക്കെ. അപ്പൊ എന്താ? വാട്ട് ഈസ് എ സെന്റൻസ്? എല്ലാരും മ്യൂട്ടാക്കുക. ഒരാള് മ്യൂട്ടാക്കിയില്ലെങ്കിൽ എല്ലാവർക്കും പ്രോബ്ലം ഉണ്ട് കേട്ടോ. മ്യൂട്ടാക്കുക. കുറച്ച് നേരം നമുക്ക് ഗ്രാമർ നോക്കാം. ഓക്കെ. ഉഷാറായിട്ടിരിക്കുക. ഗ്രാമറിന്റെ പേപ്പറും ഉണ്ട്. 100 മാർക്കാണെന്നാണ് പറയണേ കേട്ടോ. കുഴപ്പമില്ല. സിമ്പിൾ ആണ്. പഠിക്കാം. ഓക്കെ. ഫസ്റ്റ് തന്നെ സെന്റൻസസ്. എന്താണ് സെന്റൻസ് എന്ന് പറഞ്ഞാല്? എ സെന്റൻസ് ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ് വിച്ച് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സെൽഫ്. അല്ലെ? എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പദസമൂഹം അല്ലെ? പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകളുടെ ഒരു സമൂഹം. അത് പൂർണ്ണമായ അർത്ഥം നൽകുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? സെന്റൻസ്. മിസ് ഒന്നുകൂടി പറയാം. സെന്റൻസ് ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ്. സെന്റൻസ് ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ് വിച്ച് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സെൽഫ്. ഒരു കൂട്ടം വാക്കുകൾ പൂർണ്ണമായ അർത്ഥം നൽകുകയാണെങ്കിൽ നമ്മൾ എന്താ ഇതിനെ പറയാ? വാക്യം അല്ലെങ്കിൽ സെന്റൻസ്. കിട്ടിയ? സെന്റൻസ്. അപ്പൊ എന്താ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൂട്ടം വാക്കുകൾ അല്ലെ? അല്ലെങ്കിൽ ഒരു പദ സമൂഹം. സെന്റൻസ് is a set of words which is complete in itself is called a set of words which is complete in itself is called a sentence. Okay. നമുക്ക് എക്സാമ്പിൾ നോക്കാം. സെന്റൻസിന് എക്സാമ്പിൾ. John went to England. John went to England. Okay. ഒരു പൂർണ്ണമായ അർത്ഥം നൽകുന്നുണ്ട് അല്ലെ? ജോൺ വെന്റ് ടു ഇംഗ്ലണ്ട്. ജോൺ ഇംഗ്ലണ്ടിലേക്ക് പോയി. അപ്പൊ എന്താ? ഒരു കൂട്ടം വാക്കുകൾ പൂർണ്ണമായ അർത്ഥം നൽകുന്നു. അതിനെന്താ പറയുന്നത്? സെന്റൻസ്. ഓക്കെ.
ഓക്കെ, അടുത്തത് സെന്റൻസ്. 2 പാർട്സ്. സെന്റൻസ് കണ്ടെയ്ൻസ് 2 പാർട്സ്. സെന്റൻസിന് 2 ഭാഗങ്ങളുണ്ട്. ഓക്കെ, സെന്റൻസ് കണ്ടെയ്ൻസ് 2 പാർട്സ്. ഏതൊക്കെയാ? സബ്ജക്ട്. വൺ ഈസ് സബ്ജക്ട്. ഓക്കെ, സബ്ജക്ട് ആൻഡ് അതർ ഈസ് predicate. ഓക്കെ, സെന്റൻസ് കണ്ടെയ്ൻസ് 2 പാർട്സ്. ഏതൊക്കെയാ? സബ്ജക്ട് ആൻഡ് predicate. വാക്യത്തിന് 2 ഭാഗങ്ങളുണ്ട് അല്ലെ? സെന്റൻസ് കണ്ടെയ്ൻസ് 2 പാർട്സ്. വൺ ഈസ് സബ്ജക്ട് ആൻഡ് അതർ ഈസ് predicate. ഓക്കെ, കിട്ടിയ? ഇനി എന്താണ് സബ്ജക്ട്? എന്താണ് സബ്ജക്ട് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് സബ്ജക്ട്? ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു? ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി നമ്മൾ പറയുന്നുവോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സബ്ജക്ട്. ഓക്കെ, അതായത് എ സബ്ജക്ട് ഈസ് ദ പേഴ്സൺ ഓർ തിങ് ദാറ്റ് ഈസ് ഡൂയിങ് ആൻ ആക്ഷൻ. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ. ഓക്കെ, എ പേഴ്സൺ ഓർ തിങ്. എ പേഴ്സൺ or thing that is doing an action. A subject is a person or a thing that is doing an action. അല്ലെ? ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു അതിനെയാണ് എന്ത് പറയാ? സബ്ജക്ട് എന്ന് പറയുന്നത്. എ പേഴ്സൺ, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സാധനം അല്ലെ? എ സബ്ജക്ട് ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു അതിനെ സബ്ജക്ട് എന്ന് പറയുന്നത്. എ പേഴ്സൺ ഓർ എ തിങ് ഡൂയിങ് ആൻ ആക്ഷൻ, ഒരു പ്രവൃത്തി ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്താ പറയാ? സബ്ജക്ട്. ഓക്കെ, ദാറ്റ് ഓക്കെ. നെക്സ്റ്റ് പ്രെഡിക്കേറ്റ്. എന്താണ് പ്രെഡിക്കേറ്റ്? ദ പാർട്ട്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട്. ദ പാർട്ട് ഏതു ഭാഗമാണോ? ദ പാർട്ട് വിച്ച് ടെൽസ് അബൌട്ട് സബ്ജക്ട്. ഏതൊരു ഭാഗമാണോ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത് അതിനെയാണ് എന്ത് പറയണേ? പ്രെഡിക്കേറ്റ് എന്ന് പറയണേ. ദ പാർട്ട്. The part which tells about subject. സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന ഭാഗം. ഓക്കെ, the part which tells about subject is called predicate. ഓക്കെ, അതിനെയാണ് predicate എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാണിച്ചു തരാം മിസ്. The boy ate. The boy ate an apple. The boy ate an ആപ്പിൾ. ഓക്കെ, ഇനി ഒന്ന് പറയൂ, ഇതിൽ സബ്ജക്ട് ഏതാ? സബ്ജക്ട് ഏതാ പറയൂ? വെരി ഗുഡ്, ദ ബോയ് അല്ലെ? ദ ബോയ് ആണ് സബ്ജക്ട്. പ്രെഡിക്കേറ്റ് ഏതാണ്? ate an apple അല്ലെ? ate an apple. ഒരു മിനിറ്റ്. ate an predicate. ഓക്കെ, ate an apple. ഓക്കെ, അപ്പൊ എന്താ മിസ് പറഞ്ഞേ? A person or a thing doing an action is called a subject, and a predicate, the part which tells something about the subject. The part which tells something about the subject is called a predicate. Okay. എന്തോ? എന്താ ഡൗട്ട്? സൗണ്ട് മ്യൂട്ട് ചെയ്യാട്ടോ. എല്ലാരും മ്യൂട്ട് ചെയ്യാ. ഒരാൾ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ക്ലാസ് കിട്ടില്ല. ഓക്കെ, ക്ലാസ് ക്ലിയർ ആവില്ല. റെക്കോർഡ് ക്ലാസ് പോലും ക്ലിയർ ആവില്ല. ഓക്കെ, മ്യൂട്ടാക്കുക. എല്ലാരും മ്യൂട്ടാക്കുക. ഓക്കെ, അപ്പൊ എന്ത് പഠിച്ചു നമ്മള്? സെന്റൻസ് അല്ലെ? സംശയം ഉണ്ടോ? ഇപ്പൊ ആർക്കെങ്കിലും സ്പീഡ് കൂടുന്ന പോലെ തോന്നണ്ട? സ്പീഡ് കൂടണ്ട? പറയൂ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഫസ്റ്റ് വൺ സെന്റൻസ്. എന്തൊക്കെ പഠിച്ചു? സെന്റൻസ്. സെന്റൻസ് എന്താണ്? ഒരു പദസമൂഹം. ഒരു പദസമൂഹം പൂർണ്ണമായ അർത്ഥം നൽകുന്നതിനെയാണ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സെന്റൻസ് നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? സെന്റൻസ്. സെന്റൻസ് എന്താന്ന് പഠിച്ചു അല്ലെ? സെന്റൻസിന് 2 പാർട്സ്, 2 ഭാഗങ്ങൾ ഉണ്ടെന്ന് പഠിച്ചു. എന്തൊക്കെയാണ്? സബ്ജക്ട്. ഓക്കെ, പ്രെഡിക്കേറ്റ്. വെരി ഗുഡ്. പറയാ. എന്ത് വിളിച്ചാ? ഒരു കൂട്ടം വാക്കുകള് പൂർണ്ണമായ അർത്ഥം നൽകുന്നതിനെയാണ് സെന്റൻസ് അല്ലെങ്കിൽ വാക്യം എന്ന് പറയുന്നത്. ഈ സെന്റൻസിന് 2 പാർട്ടുണ്ട്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ആൻഡ്
വാട്ട് ഈസ് സബ്ജക്റ്റ്? ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു അതിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആഖ്യ അല്ലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? എ പേഴ്സൺ ഓർ എ തിങ്. എ പേഴ്സൺ ഓർ എ തിങ്. എ പേഴ്സൺ ഓർ എ തിങ് ഡൂയിങ്. എ പേഴ്സൺ ഓർ എ തിങ് ഡൂയിങ് ആൻ ആക്ഷൻ. A person or a thing doing. Just a minute. Just a minute. ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇതിപ്പോ ഇത് ഓൺ ചെയ്യണ്ടേ? എല്ലാം വീഡിയോ കൊടുക്കണ്ടേ? വീഡിയോ കൊടുക്കണ്ട. ടീച്ചർ കേൾക്കാൻ പറ്റുന്നില്ല. മൈക്ക് ഓഫ്. മ്യൂട്ടാണ്. ടീച്ചർ മ്യൂട്ടാണ്. മാം മ്യൂട്ടാണ്. ഓക്കെ കേട്ടാ. ഒന്ന് മ്യൂട്ടാക്കുക കേട്ടാ. വീഡിയോ ഓഫ് ചെയ്യാം. സുമിമോൾ വീഡിയോ ഒന്ന് മ്യൂട്ടാക്കുക. അല്ല വീഡിയോ ഓഫ് ചെയ്യാം. ഓക്കെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു കേട്ടാ. ജസ്റ്റ് മിനിറ്റ്. ഹോൾഡ് ചെയ്യാം. അപ്പൊ നമ്മൾ എവിടെ വരെ എടുത്തു? സെന്റൻസ്. ഓക്കെ, എന്തെല്ലാം പഠിച്ചു? സെന്റൻസ് അല്ലെ? വാക്യം എന്ന് പറഞ്ഞാൽ എന്ത്? ഓക്കെ, സെന്റൻസ് ഒരു കൂട്ടം വാക്കുകള് പൂർണ്ണമായ അർത്ഥം നൽകുന്നതിനെയാണ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്ത് പഠിച്ചു? സെന്റൻസ് ഹാസ് 2 പാർട്സ് അല്ലെ? സെന്റൻസിന് 2 ഭാഗങ്ങളുണ്ട്. ഓക്കെ, പിന്നെന്താ പഠിച്ചേ? സെന്റൻസ് ഒന്നാമത്തെയാണ് സബ്ജക്റ്റ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെയാണ് പ്രെഡിക്കേറ്റ്. ഓക്കെ, ഇനി സബ്ജക്ട് നമ്മൾ എന്താ പറഞ്ഞേ? പറയൂ, ആരെങ്കിലും പറയൂ. സബ്ജക്ട്. വാട്ട് ഡു യു മീൻ ബൈ സബ്ജക്ട്? A person or that is doing an action is called a subject. Okay, very good. A person or a thing, അല്ലെ? A person or a thing, അല്ലെ? A person or a thing doing an action is called subject. Okay, person or a thing doing an action is called a subject. ഇനി predicate എന്താ മിസ് പറഞ്ഞേ? The part, അല്ലെ? The part which tells something about the subject called part. Predicate. The part ഏതൊരു ഭാഗമാണോ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത്. The part which tells about something. The part which tells about something about subject. Okay, അതിനാണ് എന്ത് പറയുന്നത്? Predicate. Okay, predicate. Okay, അപ്പൊ അത് ഓക്കെ അല്ലെ? പിന്നെ സെന്റൻസിന് എക്സാമ്പിൾ മിസ് എന്താ പറഞ്ഞേ? ജോൺ വെന്റ് ടു ഇംഗ്ലണ്ട് അല്ലെ? ഒരു പൂർണ്ണമായ അർത്ഥം നൽകുന്ന സെന്റൻസ് പറയുന്നത്. ഓക്കെ, ഇനി ദ ബോയ് ഏറ്റ് ആൻ ആപ്പിൾ. അതിന് സബ്ജക്ട് ഏതാ വരിക? ഏതാ വരിക? വെരി ഗുഡ്. എന്താണ് മിസ് പറഞ്ഞ? പാർട്ട് അല്ലെ? ദ പാർട്ട് which tells about the subject is known as predicate. Okay, അപ്പൊ അത് ഓക്കെ. ഇനി അടുത്ത് നോക്കാം നമുക്ക്. Kinds of sentences. There are 4 types of sentences.
Okay. Sentences are there 4 types. ഏതൊക്കെയാ നോക്കാം. ഒന്നാമത്തത് assertive. Okay. Assertive sentences. First one, assertive sentences. There are 4, എന്താ പറഞ്ഞേ, 4 തരം sentences ഉണ്ട്, 4 തരം വാക്യങ്ങൾ. There are 4 types of sentences. First one is assertive. Second one is imperative. Okay. Imperative. Okay. Third one is interrogative. Okay. Interrogative. Okay. And fourth one is exclamatory. Exclamatory sentences. Exclamatory sentences. Okay. 4 ഏതൊക്കെയാ? First one affirmative. First one affirmative. Okay. Affirmative എന്ന് പറഞ്ഞാൽ എന്താ? 2 affirmative sentence ഉണ്ട്. ഒന്ന്, ഒരു മിനിറ്റ്. അസർട്ടീവ്. അസർട്ടീവിനെ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത്, അസർട്ടീവ് സെന്റൻസിനെ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാണ് അഫർമേറ്റീവ്, പോസിറ്റീവ്. ഓക്കെ. അഫർമേറ്റീവ്, പോസിറ്റീവ്. അഫർമേറ്റീവ് പോസിറ്റീവും അഫർമേറ്റീവ് നെഗറ്റീവ്. ഓക്കെ. നമുക്ക് എന്താന്ന് നോക്കാം ഓരോന്നും. ഓക്കെ. അഫർമേറ്റീവ്, നെഗറ്റീവ്. Okay, first one, assertive sentence. A sentence that makes a declaration. Assertive sentence എന്ന് പറഞ്ഞാൽ a sentence that makes a declaration. ഒരു പ്രസ്താവന. Okay, a sentence that makes a declaration. എന്താണ്? ഏതൊരു വാക്യമാണോ ഒരു പ്രസ്താവന. ഓക്കെ. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രസ്താവന. ഓക്കെ. പ്രസ്താവന അല്ലെ? ഡിക്ലറേഷൻ എന്താ? ഒരു പ്രസ്താവന. ഏതൊരു വാക്യമാണോ ആ വാക്യത്തിന് പ്രസ്താവന ഉണ്ടെങ്കിൽ അതിനെന്താ പറയാ? അസർട്ടീവ് സെന്റൻസസ്. ഉദാഹരണത്തിന് മിസ് പറയാ, സൺഡേ ഈസ് എ ഹോളിഡേ അല്ലെ? ഇതൊരു ഡിക്ലറേഷൻ ആണ് അല്ലെ? സൺഡേ ഈസ് എ ഹോളിഡേ. ഞായറാഴ്ച അവധിയാണ്. ഓക്കെ. അതെന്താ? അതിനകത്തൊരു പ്രസ്താവന ഉണ്ട് അല്ലെ? ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ എന്താ? ഇറ്റ് ഈസ് എ അസർട്ടീവ് സെന്റൻസ്. അപ്പൊ വായിക്കാം. എ സെന്റൻസ് ദാറ്റ് മേക്സ് എ സ്റ്റേറ്റ്മെന്റ് ഓർ ഡിക്ലറേഷൻ ഈസ് കോൾഡ് ആൻ അസർട്ടീവ് സെന്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇന്നൊരു എക്സാമ്പിൾ ഒരെണ്ണമാണ് സൺഡേ ഈസ് എ ഹോളിഡേ. ഇനി അടുത്ത എക്സാമ്പിൾ, ദ ബോയ്സ് ആർ പ്ലേയിങ് അല്ലെ? ആൺകുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലെ? ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ഓക്കെ. അതിനാണ് നമ്മൾ എന്ത് പറയാ? അസർട്ടീവ് സെന്റൻസസ്. അപ്പൊ എന്ത് പഠിച്ചു നമ്മള്? ദർ ആർ 4 ടൈപ്സ് അല്ലെ? 4 ടൈപ്സ് ഓഫ് സെന്റൻസസ്. അതില് ഒന്നാമത്തെയാണ് ഇത് അസർട്ടീവ്. ഒന്നാമത്തേന് അസർട്ടീവ് സെന്റൻസസ്. Assertive sentences എന്ന് പറഞ്ഞാൽ എന്താ? Those sentences, okay, those sentences which makes a declaration. Those sentences which makes a declaration. അതിനെയാണ് നമ്മൾ എന്ത് പറയണേ? Assertive sentences എന്ന് പറയുന്നത്. Okay, those sentences which makes a declaration is known as assertive sentences. ഇനി മിസ് എന്താ പറഞ്ഞേ? അസർട്ടീവ് സെന്റൻസ് തന്നെ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? അഫർമേറ്റീവ്, നെഗറ്റീവ്. അഫർമേറ്റീവ് പോസിറ്റീവ്, അഫർമേറ്റീവ് നെഗറ്റീവ്. അഫർമേറ്റീവ് പോസിറ്റീവ് ഉണ്ട്, അഫർമേറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഓക്കെ. അഫർമേറ്റീവ് നെഗറ്റീവ് ഉണ്ട് കേട്ടോ. മാം, ആൻഡ് അസർട്ടീവ് സെന്റൻസ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാമോ? അത് മനസ്സിലായില്ല. പറഞ്ഞുതരാം. ഒന്നുകൂടി പറയാം. അസർട്ടീവ് സെന്റൻസ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സെന്റൻസ് ക്ലിയർ ആയില്ലേ? സബ്ജക്റ്റ് പ്രെഡിക്കേറ്റും അത് ക്ലിയർ ആയില്ലേ? അത് മനസ്സിലായി. ഇനി എന്താണ് സെന്റൻസ്? സെന്റൻസ് പഠിച്ചു അല്ലെ? ഒരു കൂട്ടം വാക്കുകള് ഒരു പൂർണ്ണമായ അർത്ഥം നൽകുകയാണെങ്കിൽ
അതിനെ നമ്മൾ എന്താ പറയാ, വാക്യം അല്ലെങ്കിൽ സെന്റൻസ്. ഓക്കെ, അത് ഓക്കെ ആയി. ഇനി സെന്റൻസിന് 2 പാർട്സ് ഉണ്ട് അല്ലെ, 2 പാർട്സ്, സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് അല്ലെ, അത് ഓക്കെ, അത് മനസ്സിലായില്ലേ? ഇനി സെന്റൻസിന് 4 തരം സെന്റൻസ് ഉണ്ട്, 4 ടൈപ്സ്. ക്ലിയർ ആയ? 4 ടൈപ്സ് ഓഫ് എന്താ സെന്റൻസസ്. 4 ടൈപ്പ് ഓഫ് സെന്റൻസസ് ആർ ദർ. ഓക്കെ, അതിൽ ഒന്നാമത്തെയാണ് അസർട്ടീവ്. എന്താണ് അസർട്ടീവ് സെന്റൻസസ്? എന്താണ് അസർട്ടീവ് സെന്റൻസസ്? Assertive sentences are those sentences that makes a declaration. അല്ലെ, ഏതൊക്കെ വാക്യങ്ങളാണോ ഒരു പ്രസ്താവന. ഓക്കെ, സൺഡേ ഈസ് എ ഹോളിഡേ. ഓക്കെ, ഏതൊക്കെ വാക്യങ്ങളിലാണ് ഒരു ഡിക്ലറേഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് ഒളിഞ്ഞിരിക്കാന്, അതിനെയാണ് നമ്മൾ എന്താ പറയാ, അസർട്ടീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എക്സാമ്പിള്, Sunday is a holiday. Sunday is a holiday. Sunday ഞായറാഴ്ച അവധിയാണ് അല്ലെ, അതിനകത്തൊരു ഡിക്ലറേഷൻ ഉണ്ട് അല്ലെ, സൺഡേ ഈസ് എ ഹോളിഡേ. അതിനകത്തൊരു പ്രസ്താവനയുണ്ട് അല്ലെ, അതിനെന്താ പറയാ, those sentences which makes a declaration is known as assertive sentences. Sunday is a holiday, അത് ഒരു എക്സാമ്പിൾ ആണ്. ഇനി ഏതാ, the boys are playing. കുട്ടികൾ കളിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്ലേയിങ്, the boys are playing അല്ലെ, അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിനെന്താ, അപ്പോഴും അതെന്താണ്, അസർട്ടീവ് സെന്റൻസസ്. അപ്പൊ those sentences which makes a declaration, those sentences which makes a declaration or statement. ഏതൊരു വാക്യമാണോ ഒരു പ്രസ്താവന ഉണ്ടാവുന്നത്, ഏതൊരു വാക്യത്തിലാണോ ഒരു പ്രസ്താവന ഉണ്ടാവണേ, അതിനെയാണ് നമ്മൾ എന്താ പറയാ, പറയൂ. ഇനി എന്താ മിസ് പറഞ്ഞ, അസർട്ടീവിനെ തന്നെ അല്ലെ, അഫർമേറ്റീവ്, പോസിറ്റീവ്, അല്ലെ, അഫർമേറ്റീവ് പോസിറ്റീവ് അല്ലെ, ആൻഡ് അഫർമേറ്റീവ് നെഗറ്റീവ്, അഫർമേറ്റീവ് പോസിറ്റീവ് ആൻഡ് അഫർമേറ്റീവ് നെഗറ്റീവ്. ഇനി അതിന്റെ എക്സാമ്പിൾ എന്താ നോക്കാം. ഒന്നാമത് അഫർമേറ്റീവ് പോസിറ്റീവ് എക്സാമ്പിൾ, മൈ കാറ്റ് ഓൾവേസ് സ്ലീപ്സ്. മൈ കാറ്റ് ഓൾവേസ് സ്ലീപ്സ്. ഓക്കെ, ഇതെന്താണ്, എന്റെ പൂച്ച എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, എന്റെ പൂച്ച എപ്പോഴും ഉറങ്ങും എന്ന് പറഞ്ഞാൽ എന്താ, അതെന്തിന്റെ എക്സാമ്പിൾ ആണ്, അഫർമേറ്റീവ് പോസിറ്റീവ്, അഫർമേറ്റീവ് പോസിറ്റീവ് എക്സാമ്പിൾ. ഇനി അതേപോലെ തന്നെ മൈ കാറ്റ് നെവർ സ്ലീപ്സ്. എന്റെ പൂച്ച ഉറങ്ങൂല, എന്റെ പൂച്ച ഉറങ്ങില്ല. മൈ കാറ്റ് നെവർ സ്ലീപ്സ്, അവിടെ നിന്ന് നെവർ യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്താ വരുന്നത്, അഫർമേറ്റീവ് നെഗറ്റീവ്, മൈ കാറ്റ് നെവർ സ്ലീപ്സ്. ഓക്കെ, അതെന്താണ്, അഫർമേറ്റീവ് നെഗറ്റീവ്, എന്റെ പൂച്ച ഉറങ്ങാത്ത പൂച്ച, നെവർ അല്ലെ, നെവർ എന്താ നെഗറ്റീവ് ആണ് അല്ലെ, നെവർ സ്ലീപ്സ്. മറ്റേന്താ, എന്റെ പൂച്ച എപ്പോഴും ഉറങ്ങും, ഓൾവേസ് സ്ലീപ്സ്, അത് അഫർമേറ്റീവ് പോസിറ്റീവ്. എന്റെ പൂച്ച ഉറങ്ങൂല, ഒരിക്കലും ഉറങ്ങൂല, അതെന്താ, നെവർ യൂസ് ചെയ്തു. അതിന് ഞാൻ എന്താ പറയാ, അഫർമേറ്റീവ് നെഗറ്റീവ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ അസർട്ടീവ് സെന്റൻസ് കഴിഞ്ഞാല് ഇമ്പരേറ്റീവ് സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസ് ഇമ്പരേറ്റീവ് അല്ലെ, ആദ്യത്തേണ് അസർട്ടീവ്, രണ്ടാമത്തേണ് ഇമ്പരേറ്റീവ് സെന്റൻസ്. ഓക്കെ, ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, എ സെന്റൻസ് ദാറ്റ് എക്സ്പ്രസ് എ കമാൻഡ്, ഒരു കമാൻഡ്, എ സെന്റൻസ് ദാറ്റ് എക്സ്പ്രസ് എ കമാൻഡ്, ഓർഡർ, വിഷ്. ഓക്കെ, വിഷ്, റിക്വസ്റ്റ്, അതിനെ ഒക്കെ എന്താ പറയാ, ഇമ്പരേറ്റീവ് സെന്റൻസസ്. എ സെന്റൻസ് ദാറ്റ് എക്സ്പ്രസ് എ കമാൻഡ്, an order, a wish, a request is called
imperative sentences. Okay. Example miss പറയാം. Brush your teeth. Brush your teeth. പല്ല് തേക്കൂ. Okay. Brush your teeth. എന്താ പറയാ? അതിന് എന്തെങ്കിലും എക്സാമ്പിളാ? ഇമ്പരേറ്റീവ് സെന്റൻസ്. എന്താ മിസ് പറഞ്ഞേ? ഏതൊരു വാക്യത്തിലാണോ ഒരു ഓർഡർ, ഓക്കെ, ഒരു കമാൻഡ് ചെയ്യുവിൻ, നിങ്ങൾ അത് ചെയ്യും. ബ്രഷ് യുവർ ടീത്ത്, ഒരു കമാൻഡ്, ഒരു ഓർഡർ, അതിനൊക്കെ എന്താ പറയാ? നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് പറയും. എക്സാമ്പിൾ മനസ്സിലായ? ബ്രഷ് യുവർ ടീത്ത്. ഓക്കെ, അതെന്താ? അതിനകത്തൊരു ഓർഡർ ആണ് അല്ലെ, ഒരു കമാൻഡ് ആണ് അവന്. അപ്പൊ അതെന്താണ്? അത് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഇനി അടുത്ത് പിന്നെന്താ? റിക്വസ്റ്റ്. പ്ലീസ് യൂസ് ചെയ്ത് പ്ലീസ് ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക്. ഓക്കെ, പ്ലീസ് ഒരു മിനിറ്റ്. പ്ലീസ് യൂസ് ചെയ്യാ അല്ലെ? റിക്വസ്റ്റ്. പ്ലീസ് എപ്പോഴാ യൂസ് ചെയ്യാ? റിക്വസ്റ്റ് അല്ലെ? ദയവായി യൂസ് ചെയ്യാൻ നമ്മൾ എപ്പോഴാ? ഒരു റിക്വസ്റ്റ് അല്ലെ, ഒരു അഭ്യർത്ഥനയ്ക്കാണ് പ്ലീസ് യൂസ് ചെയ്യാം. പ്ലീസ് ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക്. പ്ലീസ് ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക്. എന്താണ്? അഭ്യർത്ഥന. ഓക്കെ, അതിന് ഏതാ പറയാ? Imperative sentences. A sentence that expresses a command or order, a request, advice, or ഒരു ഉപദേശം, okay, advice or a wish is called imperative sentences. Okay, ഏതൊക്കെയാ വരിക imperative sentenceല്? കമാൻഡ് അല്ലെ? കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, അഡ്വൈസ്, പിന്നെ വിഷ്. ഓക്കെ, ഇതെല്ലാം ഉള്ളതിന് ഏതാ പറയാ? ഇമ്പരേറ്റീവ് സെന്റൻസസ്. ഓക്കെ, മൂന്നാമത്തെ ഏതാ വരിക? എക്സാമ്പിൾ നോക്കി. ബ്രഷ് യുവർ ടീത്ത് അല്ലെ? പ്ലീസ് ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക്. അതാണ് ഇമ്പരേറ്റീവിന് എക്സാമ്പിൾ. ഇനി ഏതാ വരാ? ഇന്ററോഗേറ്റീവ്. മൂന്നാമത്തെ എന്താ മിസ് പറഞ്ഞേ? ഇന്ററോഗേറ്റീവ്. ഓക്കെ, ഇന്ററോഗേറ്റീവ് എക്സാമ്പിൾ ഏതാ? ഇന്ററോഗേറ്റീവ് എക്സാമ്പിൾ ഇന്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ചോദ്യരൂപം. ഓക്കെ, ചോദ്യരൂപത്തിലുള്ള വാക്യങ്ങളാണ് എന്ത് പറയാ? ഇന്ററോഗേറ്റീവ് സെന്റൻസസ് എന്ന് പറയാം. Those sentences which occurs in the form of questions are called interrogative sentences. എന്താണ് ഇന്ററോഗേറ്റീവ്? ക്വസ്റ്റ്യൻസ് അല്ലെ? ഏത് വാക്യങ്ങളാണോ ക്വസ്റ്റ്യൻ, ചോദ്യരൂപത്തിൽ അല്ലെ, ഒരു വാക്യം, ആ വാക്യത്തില് ഒരു ചോദ്യം. എന്താണ്? ഉദാഹരണത്തിന് വാട്ട് ആർ യു ഡൂയിങ് അല്ലെ? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഓക്കെ, അതിനെന്താണ്? അത് ചോദ്യരൂപം അല്ലെ? ആ സെന്റൻസ് അതൊരു വാക്യമാണ്, പക്ഷെ ചോദ്യരൂപത്തിലുള്ള വാക്യമാണ്. അതിനെന്താ പറയാ? പറയൂ. വിച്ച്? ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഓക്കെ, അപ്പൊ എന്താ? Those sentences which occurs or comes in the form of questions are called interrogative sentences. ഇനി ഇന്ററോഗേറ്റീവിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ, വേർഡ്, ക്വസ്റ്റ്യൻസ്. ഇന്ററോഗേറ്റീവിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാണ് ക്വസ്റ്റ്യൻ, വേർഡ്, ക്വസ്റ്റ്യൻസ് അല്ലെ? ക്വസ്റ്റ്യൻ, വേർഡ്, ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒന്ന്. പിന്നെ രണ്ടാമത്തെയാണ് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ടൈപ്പ്. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ മാം, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഒന്നും കൂടെ പറയാവോ? പറഞ്ഞുതരാം. അതാണ് ഇന്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. അതാണ് മൂന്നാമത്തെ തരം സെന്റൻസ്. ഇംഗ്ലീഷ് ക്ലാസിന്റെ PDF ഉണ്ട്, അത് അയച്ചു തരും കേട്ടോ. ഇന്ന് അയച്ചു തരും, നോട്ട്സ് അയച്ചു തരും കേട്ടോ. നോട്ട്സ് എല്ലാ ദിവസവും
ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ നോട്ട്സ് അയച്ചു തരും. 5 ക്വസ്റ്റ്യൻസ് മിസ് തരും, അതും ചെയ്തു നോക്കണം കേട്ടാ. ഓക്കെ. ആ അപ്പോ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്താ? മൂന്നാമത്തെ തരം സെന്റൻസ് അല്ലെ. ദ തേർഡ് വൺ, മൂന്നാമത്തേണ് ഇന്ററോഗേറ്റീവ്. എന്താ മിസ് പറഞ്ഞേ? ചോദ്യ രൂപത്തിലുള്ള വാക്യം. ഏതൊരു വാക്യമാണോ ചോദ്യ രൂപം, വാട്ട് ആർ യു ഡൂയിങ്, വേർ ആർ യു ഫ്രം, വേർ ആർ യു കമ്മിങ് ഫ്രം അല്ലെ. വേർ ആർ യു കമ്മിങ് ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. വാട്ട് ആർ യു ഡൂയിങ്, എന്താണ് ചെയ്യുന്നത്. ഇതൊരു സെന്റൻസ് ആണ് അല്ലെ. പക്ഷേ എന്താണ് ഇതിന്റെ പ്രത്യേകത? പറയൂ, എന്താ പ്രത്യേകത? ഇതൊരു വാക്യം തന്നെയാണ്, പക്ഷെ എന്താ പ്രത്യേകത? ആ ചോദ്യരൂപം. വെരി ഗുഡ്. അത് ക്വസ്റ്റ്യൻ അല്ലെ, ഒരു ചോദ്യമാണ്. വാട്ട് ആർ യു ഡൂയിങ്. അപ്പൊ എന്താ, ഏതൊക്കെ വാക്യങ്ങളാണോ ഒരു ചോദ്യ രൂപത്തിൽ വരുന്നത് ആ വാക്യങ്ങളെല്ലാം നമ്മൾ എന്താ പറയാ? ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. ഇനി മിസ് എന്താ പറഞ്ഞേ? ഇന്ററോഗേറ്റീവ് തന്നെ 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ക്വസ്റ്റ്യൻ വേർഡ്, വെരി ഗുഡ്. ഒന്നാമത്തെ ദ ക്വസ്റ്റ്യൻസ് ബിഗിനിങ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ്. എന്താണ് ഒരെണ്ണമാണ്? ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഒന്നാമത്തേന് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ്. ഏതൊക്കെയാ? ദോസ് ക്വസ്റ്റ്യൻ, ദ ക്വസ്റ്റ്യൻസ് ബിഗിനിങ് വിത്ത് ദ ക്വസ്റ്റ്യൻ വേർഡ്സ് സച്ച് ആസ് which, what, where അല്ലെ. which, what, where, whom, how, when. ഓക്കെ. ഇതൊക്കെ എന്താ? ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ലെ. ക്വസ്റ്റ്യൻ വേർഡുകളാണ് WH ക്വസ്റ്റ്യൻസ് അല്ലെ. the questions beginning with the question words what, which, when, where, who, why, how, etc. are called question words അല്ലെ. question word questions ഏതൊക്കെയാണ്? വാട്ട്, വിച്ച്, when, why, വേറെ, വെന്ന്, വൈ, how, when, whom, how many, whom, when, എല്ലാ WH ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ വരിക? വാട്ട്, വിച്ച്, when, വേറെ, വാട്ട്, വേറെ, വെന്ന്, വൈ, വോം. ഓക്കെ. അതൊക്കെ ഏതാണ്? ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് പഠിക്കും. ഓക്കെ. വാട്ട് ഈസ് ഹി ഡൂയിങ്, വാട്ട് ഈസ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ അറിയാൻ മിസ്. വാട്ട് ഈസ് ഹി ഡൂയിങ്. ഓക്കെ. വാട്ട് ഈസ് ഹി ഡൂയിങ്. ഓക്കെ. അതിന് എക്സാമ്പിൾ. ഓക്കെ. അതെന്താണ്? എന്തിന് എക്സാമ്പിൾ ആണ്? ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസ്. എന്തിലെ? ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസിന് എക്സാമ്പിൾ ആണ് അല്ലെ. ഓക്കെ. ഇനി അടുത്ത ഏതാ വരിക? രണ്ടാമത്തെ yes or no type questions. The questions beginning with the auxiliary verbs like ഏതൊക്കെ ചോദ്യങ്ങളാണോ is, are, is, are, did, does. ഓക്കെ. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ക്വസ്റ്റ്യൻസിന് എന്താ പറയാ? yes or no type questions. എക്സാമ്പിൾ കാണിച്ചു തരാം മിസ്. are you smart, ഇതിന് ഉത്തരം എന്താ? യെസ് അല്ലെ. നമുക്ക് yes or no type ക്വസ്റ്റ്യൻ ആണ് ഇത് അല്ലെ. ഇതാണ് എങ്ങനത്തെയാണ്? ഇതാണ് ഓക്സിലറി വെർബ് ലൈക്ക് ആർ. ഏതൊക്കെ വരിക? ഒന്നുകൂടി വായിക്കാം മിസ്. ദ ക്വസ്റ്റ്യൻസ് ബിഗിനിങ് വിത്ത് ദ ഓക്സിലറി വെർബ്സ് ലൈക്ക് ആർ, ഈസ്, ആർ, വാസ്, were, do, does, did, has, etc. ഓക്കെ. ഇതിനൊക്കെ ഏതാണ്? ഇതിനാണ് yes or no type questions. ഇതിനകത്ത് എന്താ വരിക? നമ്മൾ ചോദിച്ചാല് ഉത്തരം യെസ് ആണോ അല്ലെങ്കിൽ നോ ആണോ? ആർ യു സ്മാർട്ട്? യെസ് അല്ലെ. നമ്മൾ അതിന് എന്ത് ഉത്തരവാണ്? യെസ് ഓർ നോ ടൈപ്പ് ഉത്തരവാണ് അല്ലെ. ശരിയല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അതെന്ത് ക്വസ്റ്റ്യൻ ആണ്? യെസ് ഇന്ററോഗേറ്റീവ് അല്ലെ. ഇറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പൊ 3 എണ്ണം കഴിഞ്ഞു. ഇനി 4ാമത്തെ നോക്കാം നമുക്ക്. എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. 4ാമത്തെ എന്താ? എക്സ്ക്ലമേറ്ററി. ഓക്കെ. എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. 4ാമത്തേത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എന്താണത്? ദോസ് സെന്റൻസസ്. ഏതൊക്കെ വാക്യങ്ങളാണോ which expresses sudden emotions. Those sentences which expresses sudden emotions. കേൾക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക്?
കേൾക്കാൻ പറ്റണില്ലേ? Yes. Okay. Yes, ma'am. Okay. Those sentences which expresses sudden emotions, അതായത് പെട്ടെന്നുള്ള വികാര വിക്ഷോഭങ്ങൾ അതിനെ പ്രകടിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയാ? എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ വാക്യങ്ങളാണോ പെട്ടെന്നുള്ള വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കണം? ഓക്കെ, ആശ്ചര്യം അല്ലെ, വാവ്, വാട്ട് എ വണ്ടർഫുൾ അല്ലെ, എന്ത് വണ്ടർഫുൾ ആയിട്ടുള്ള സ്റ്റാച്യു, വാട്ട് എ വണ്ടർഫുൾ സ്റ്റാച്യു അല്ലെ, വാട്ട് എ ലവ്ലി സീൻ, എന്തൊരു ഭംഗിയുള്ള പൂന്തോട്ടം, വാട്ട് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഓക്കെ, ഇതിനൊക്കെ എന്താ പറയണേ? പെട്ടെന്നുള്ള വികാര വിക്ഷോഭങ്ങൾ. Those sentences which expresses sudden emotions. ഓക്കെ, പെട്ടെന്നുള്ള വികാര വിക്ഷോഭങ്ങള് പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. ഇനി എക്സ്ക്ലമേറ്ററി സെന്റൻസ് എങ്ങനെയാ നമ്മൾ തിരിച്ചറിയാൻ പറ്റണേ? ഒരു എളുപ്പ വഴി കൂടി ഉണ്ട്. അതിനകത്ത് എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ എന്തുണ്ടാവും? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്. മിസ് ഒരു എക്സാമ്പിൾ പറയാം. വാട്ട് എ ലവ്ലി സീൻ, വാട്ട് എ ലവ്ലി സീൻ, നമ്മുടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. ഓക്കെ, എന്തൊരു ഭംഗിയുള്ള പൂന്തോട്ടം അല്ലെ, ഒരു പൂന്തോട്ടം കാണാണ് നമ്മള്. അപ്പൊ നമ്മൾ പറയണ്ട വാട്ട് എ ലവ്ലി സീൻ. എന്താണ് ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ പ്രത്യേകത? ഒരു എക്സ്ക്ലമേഷൻ മാർക്കും കൂടി ഉണ്ടാവും. ഓക്കെ, കിട്ടിയ? ഓക്കെ അല്ലേ? എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? 4 സെന്റൻസുകൾ പഠിച്ചു അല്ലെ. 4 സെന്റൻസസ് ഏതൊക്കെയാ? അസർട്ടീവ് sentences, imperative sentences, interrogative sentences, exclamatory sentences. വെരി ഗുഡ്. ഈ അസർട്ടീവിനെ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഫർമേറ്റീവ് പോസിറ്റീവും Affirmative positive, affirmative negative. വെരി ഗുഡ്. ഈ അസർട്ടീവ് എന്താണ്? ഒരു പ്രസ്താവന അല്ലെ. സൺഡേ ഈസ് എ ഹോളിഡേ, ഒരു ഡിക്ലറേഷൻ ഉണ്ടാവണേനെ നമ്മൾ എന്ത് പറയാ? അസർട്ടീവ്. ദ ബോയ്സ് ആർ പ്ലേയിങ്, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞായറാഴ്ച അവധിയാണ്, ഇങ്ങനെയൊക്കെ പറയണേന് ഡിക്ലറേഷൻ, ഒരു പ്രസ്താവന ഉണ്ടാവണേനെ എന്റെ വാക്യങ്ങളിൽ പ്രസ്താവന ഉണ്ടെങ്കിൽ നമ്മൾ ഏതാ പറയാ? അസർട്ടീവ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇമ്പരേറ്റീവ്. ഇമ്പരേറ്റീവ് മീൻസ് എന്താ പറഞ്ഞത്? ബ്രഷ് യുവർ ടീത്ത് അല്ലെ, പല്ല് തേക്കൂ. ഇറ്റ് ഈസ് എ കമാൻഡ് ഓർ ആൻ ഓർഡർ അല്ലെ. നമ്മൾ ഒരു ഓർഡർ കൊടുക്കുകയാണ്, ഓർഡർ ചെയ്യണം കുട്ടികളോട്. ആരെങ്കിലും നമ്മൾ പറയണം, ചെറിയ കുട്ടികളോട് പറയും ബ്രഷ് യുവർ ടീത്ത് അല്ലെ. അപ്പൊ എന്താണ് ഇമ്പരേറ്റീവ്? എ കമാൻഡ്. ഏതൊക്കെ വാക്യങ്ങളാണോ those sentences which contain an order, ഒരു ഓർഡർ, ഒരു ആജ്ഞ അല്ലെങ്കിൽ ഒരു കൽപ്പന, ആജ്ഞ, കമാൻഡ്, ഓർഡർ, പിന്നെ അഡ്വൈസ്, ഉപദേശം, wish you all the best. ഓക്കെ, പിന്നെ Request. ആ റിക്വസ്റ്റ് എന്താ? പ്ലീസ്, നമ്മൾ പ്ലീസ് ഉപയോഗിച്ച് അല്ലെ. പ്ലീസ് ഹെൽപ് മീ ടു ഡു ദിസ് വർക്ക്. ഒരു റിക്വസ്റ്റ്, പ്ലീസ് ഹെൽപ് മീ. ദയവായി ഉപയോഗിക്കുന്ന ഏത് വാക്യമാണ്? ഇമ്പരേറ്റീവ് അല്ലെ. കിട്ടിയ? ആജ്ഞ ഉപയോഗിച്ചു. ബ്രഷ് യുവർ, നമ്മളെ കൊച്ചുകുട്ടികളുടെ വീട്ടിൽ പറയും ബ്രഷ് യുവർ ടീത്ത്, പല്ലേക്കൂ എന്നുള്ള നമ്മളൊരു കൽപ്പി, നമ്മളൊരു ആജ്ഞ കൊടുക്കും അല്ലെ. പിള്ളേരുടെ കൊച്ചുകുട്ടികളുടെ വീട്ടിലുള്ള നമുക്കറിയാം. അതൊക്കെ എന്ത് സെന്റൻസ് ആണ്? ബ്രഷ് യുവർ ടീത്ത് ആൻഡ് പ്ലീസ് ഹെൽപ് മീ ടു ഡു ദിസ് വർക്ക്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്, ഒരു വിഷ്, ഒരു അഡ്വൈസ്, ഒരു ഉപദേശം, പിന്നെ ഒരു ആജ്ഞ കൊടുക്കല്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇമ്പരേറ്റീവ് sentence. ഓക്കെ, വെരി ഗുഡ്. ഇനി മൂന്നാമത്തേതാ? നമ്മൾ ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത ചോദ്യരൂപം അല്ലെ. ചോദ്യരൂപത്തിലുള്ള വാക്യങ്ങളില് ചോദ്യരൂപം. വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? വാട്ട് അല്ലെ, WH ക്വസ്റ്റ്യൻ വേർഡ്സ് ആണത്. അങ്ങനത്തെ എന്ത് പറയാ? ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി അതിൽ തന്നെ എന്താ? യെസ് ഓർ നോ ടൈപ്പ് ഉണ്ട്. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോ യെസ് അല്ലെങ്കിൽ നോ, അതിനേതാ പറയാ? യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ. ആർ യു സ്മാർട്ട് അല്ലെ. ആർ യു സ്മാർട്ട് നമ്മൾ എന്താ? യെസ് അല്ലെ. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ ഇത്. അതിന് ഉത്തരം യെസ് അല്ലെങ്കിൽ നോ അല്ലെ. അതല്ലേ ഉദ്ദേശിക്കണേ? ആർ യു സ്മാർട്ട്, യെസ് അല്ലെ. ഓക്കെ, അതിനെന്താ പറയാ? ആർ യു സ്മാർട്ട്. ഓക്കെ, അത് യെസ് അല്ലെ. അത് എന്തെങ്കിലും എക്സാമ്പിളാ?
Yes or no type questions. വെരി ഗുഡ്. ആൻഡ് നാലാമത്തെ എന്താ മിസ് പറഞ്ഞേ? എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. നാലാമത്തെ എന്താ? എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. വാട്ട് എ ലവ്ലി സീൻ. ഹായ്, എന്തൊരു നല്ല സീൻ, എന്തൊരു ഭംഗിയുള്ള ദൃശ്യം അല്ലെ. ഒരു പൂന്തോട്ടം കണ്ടു നമ്മള്, നല്ല ഭംഗിയുള്ള പൂന്തോട്ടം. എന്താ? വാട്ട് എ ലവ്ലി സീൻ. ഓക്കെ, അപ്പൊ അതിനെന്താ പറഞ്ഞ? ഒരു എക്സ്പ്ലനേഷൻ മാർക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരെണ്ണം കൂടി നോക്കാൻ്റെ. ഈ വാക്യങ്ങളെ തന്നെ, സെന്റൻസിനെ തന്നെ ക്ലോസ് സ്ട്രക്ചർ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെന്റൻസിനെ തന്നെ ക്ലോസ് സ്ട്രക്ചർ ഉപയോഗിച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വേർതിരിച്ചിട്ടുണ്ട് ക്ലോസ് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട്. അതെന്താന്ന് നോക്കാം. എന്താണ് ക്ലോസ്? ക്ലോസ് എന്താണ്? ക്ലോസ് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും ഉണ്ടാവും, ഒരു വെർബും ഉണ്ടാവും. ക്ലോസില് ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടാവും. ഓക്കെ, എന്താണ്? ദ ബോയ് റൺസ് ഡെയിലി. ദ ബോയ് റൺസ് ഡെയിലി. ഓക്കെ, ആൺകുട്ടി എല്ലാ ദിവസവും ഓടുന്നു. ദ ബോയ് റൺസ് ഡെയിലി. സബ്ജക്റ്റ് എവിടെ? ദ ബോയ് അല്ലെ. വെർബ് ഉണ്ട്, റൺസ് അല്ലെ. സബ്ജക്റ്റും വെർബുള്ളതിനെ എന്താ പറയാ? ക്ലോസ്. ഓക്കെ, അപ്പൊ എന്താ മറ്റേ സെന്റൻസ് എന്താണ്? നമ്മൾ സെന്റൻസ് പഠിച്ചു. എന്താ? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. പിന്നെന്താ? പൂർണ്ണമായ അർത്ഥം നൽകും. അതിനെയാണ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലോസ് സ്ട്രക്ചറും വെച്ചും നമ്മളെ സെന്റൻസിനെ 4ആക്കി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലോസ് സ്ട്രക്ചർ വെച്ച് സെന്റൻസിനെ 4ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4 തരം സെന്റൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാന്ന് നോക്കാം. ക്ലോസ് സ്ട്രക്ചർ വെച്ച് ഒന്നാമത് സിമ്പിൾ. ഓക്കെ, സിമ്പിൾ സെന്റൻസസ്. ഒന്നാമത്തേണ് സിമ്പിൾ സെന്റൻസ്. എന്താണ് അതിന്റെ സിമ്പിൾ സെന്റൻസ് പറഞ്ഞാല് the sentences having one main clause. Okay, sentence having one main clause. Okay, അതിനാണ് എന്ത് പറയണേ? പറയൂ. സെന്റൻസ് ഹാവിംഗ് ഒരു ക്ലോസ്, ഒറ്റ മെയിൻ ക്ലോസേ ഉള്ളൂ. അതിനാണ് എന്ത് പറയാ? Come on, tell me. Simple sentence. Example പറയാം. John has gone to England. John ഇംഗ്ലണ്ടിലേക്ക് പോയിരിക്കുകയാണ്. John has gone to England. Okay, John has gone to England. Okay, ഇതിനെന്താ പറയാ? ഒരു ക്ലോസ്, മെയിൻ ക്ലോസ്, ഒറ്റ ക്ലോസേ ഉള്ളു അല്ലെ. ഒരു സബ്ജക്റ്റും ഒരു വെർബും. അതിനാണ് എന്ത് പറയണേ? വൺ മെയിൻ ക്ലോസ്. ജോൺ ഹാസ് ഗോൺ ടു ഇംഗ്ലണ്ട്. ജോൺ ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇതാണ് എക്സാമ്പിൾ ഏതിന്റെ? സിമ്പിൾ സെന്റൻസ്. സിമ്പിൾ സെന്റൻസ് പറഞ്ഞാൽ എന്താ? ദോസ് സെന്റൻസസ്, ഏത് വാക്യങ്ങളാണോ ഒറ്റ മെയിൻ ക്ലോസ്, വൺ മെയിൻ ക്ലോസ്. ഓക്കെ, അതിനാണ് എന്ത് പറയാ? സിമ്പിൾ സെന്റൻസസ്. ഓക്കെ, ഇനി അടുത്ത എന്താ? സിമ്പിൾ സെന്റൻസ്. രണ്ടാമത്തേണ് കോമ്പൗണ്ട്. എന്താണ്? കോമ്പൗണ്ട് സെന്റൻസസ്. അപ്പൊ എന്തായിരിക്കും കോമ്പൗണ്ട്? സിമ്പിൾ സെന്റൻസ് പറഞ്ഞാല് ഒരു ക്ലോസ്, ഒരു മെയിൻ ക്ലോസ്. അപ്പൊ കോമ്പൗണ്ട് സെന്റൻസ് ഏതായിരിക്കും? ടു മെയിൻ ക്ലോസസ്. അതിനാണ് എന്ത് പറയണേ? കോമ്പൗണ്ട് സെന്റൻസസ്. That sentences, ഏതൊക്കെ വാക്യങ്ങളെ? സെന്റൻസ് that has 2 or more main clauses. 2 or more. Okay, 2 or more main clauses. That sentences which have 2 or more main clauses are called compound sentences. Example പറയാം. I arrived. ഞാൻ വന്നപ്പോഴേക്കും. I arrived and the big dog started barking. And the big dog started barking. Okay, I arrived and the big dog started ബാക്കി എന്താണ്? ഞാൻ വന്നപ്പോഴേക്കും ആ പട്ടി കുറയ്ക്കാൻ തുടങ്ങി അല്ലെ. ഞാൻ വന്നപ്പോഴേക്കും പട്ടി കുറയ്ക്കാൻ തുടങ്ങി. ഐ അറൈവ്ഡ് എന്താ മിസ്? എന്താ പറഞ്ഞേ? ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടാവും അല്ലെ.
അതെ സബ്ജക്ട് എന്താ ഐ സബ്ജക്ട് അറൈവ്ഡ് വെർബ് അല്ലെ. രണ്ട് മെയിൻ ക്ലോസ്, രണ്ടോ അതിലധികം മെയിൻ ക്ലോസുകൾ ഉള്ളതിന് എന്താ പറയാ? പറയൂ. കോമ്പൗണ്ട് സെന്റൻസസ്. ഐ അറൈവ്ഡ് ആൻഡ് ദ ബിഗ് ഡോഗ് അഗെയിൻ അല്ലെ. ഒരു മെയിൻ ക്ലോസ് കഴിഞ്ഞു, വൺ മെയിൻ ക്ലോസ്. ഇത് വൺ മെയിൻ ക്ലോസ്. ഇനി അടുത്ത ഏതാ? ജസ്റ്റ് മിനിറ്റ്. രണ്ടാമത്തെ ഏതാ? ദ ബിഗ് ഡോഗ്. അടുത്ത സബ്ജക്ട് അല്ലെ. ബിഗ് ഡോഗ് സബ്ജക്ട്. സ്റ്റാർട്ടഡ് ബാർക്കിംഗ് വെർബ് അല്ലെ. അപ്പൊ എന്താണ്? ഞാൻ വന്ന് അപ്പോഴേക്കും പട്ടി കുറയ്ക്കാൻ തുടങ്ങി. ഞാൻ വന്നപ്പോഴേക്കും പട്ടി കുറയ്ക്കാൻ തുടങ്ങി. ഐ അറൈവ്ഡ്. ഞാൻ വന്നു, പട്ടി കുറച്ചു അല്ലെ. ഐ അറൈവ്ഡ് ആൻഡ് ദ ബിഗ് ഡോഗ് സ്റ്റാർട്ടഡ് ബാർക്കിംഗ്. മിസ് എന്താ പറഞ്ഞേ? രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? കോമ്പൗണ്ട് അല്ലെ. സിമ്പിൾ ആണെങ്കിൽ എന്താ? സിമ്പിൾ സെന്റൻസ് ആണെങ്കിൽ എന്താ? ഒരു മെയിൻ ക്ലോസ് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. ഇനി മൂന്നാമത്തെ ഏതാ വരിക? കോംപ്ലക്സ് സെന്റൻസസ്. ക്ലോസ് സ്ട്രക്ചർ, ക്ലോസ് ഘടന പ്രകാരം സെന്റൻസിനെ നാലാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നാലാക്കി വേർതിരിച്ചിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെയാണ് കോംപ്ലക്സ്. കോംപ്ലക്സ് സെന്റൻസ് എന്താ? കോംപ്ലക്സ് സെന്റൻസസ് ആർ ദോസ് which contain one main clause. Complex one main clause and one or more subordinate clauses. Okay, one or more subordinate clauses. അതിനെയാണ് എന്ത് പറയണേ? കോംപ്ലക്സ് ക്ലോസസ്, കോംപ്ലക്സ് സെന്റൻസസ് എന്ന് പറയുന്നത്. വൺ മെയിൻ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? Those sentences which comes after conjunction. A clause typically introduced conjunction by a conjunction. Okay, that forms a part of it and is dependent of a main clause. അതിനെയാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ. എന്താണ്? ഒരു ക്ലോസ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെന്റൻസ് അല്ലെ. രണ്ട് സെന്റൻസ് ബട്ട് ബിക്കോസ് രണ്ട് സെന്റൻസിനെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്ത് പറയാ? കൺജങ്ഷൻ എന്ന് പറയണേ. ഈ കൺജങ്ഷൻ സബോർഡിനേറ്റ് ക്ലോസ് പറയാനാണ് എ ക്ലോസ് ടിപ്പിക്കലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ കൺജങ്ഷൻ. ഒരു ക്ലോസ്, ഏത് ക്ലോസ് ആണോ ഒരു കൺജങ്ഷൻ യൂസ് ചെയ്ത് വരുന്നത്, കൺജങ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്, അതിനെയാണ് എന്ത് പറയണേ? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയണേ. അതായത് കൺജങ്ഷൻ എന്ന് പറഞ്ഞാല് രണ്ട് വാക്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ കൺജങ്ഷൻ വേണം. ഈ കൺജങ്ഷന്റെ കൂടെ വരുന്ന സെന്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. കോംപ്ലക്സ് സെന്റൻസ് എന്താ? വൺ മെയിൻ ക്ലോസ് ആൻഡ് വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസ്. അതിനെയാണ് നമ്മൾ എന്താ പറയാ? കോംപ്ലക്സ് സെന്റൻസസ്. അപ്പൊ മിസ് എക്സാമ്പിൾ നോക്കിയാൽ പറഞ്ഞുതരാം. Though it is not raining. മഴ പെയ്യുന്നില്ലായിരുന്നു. Though it is not raining, he is wearing a raincoat. Okay, he is wearing a raincoat. Though it is not wearing, അതായത് മഴ പെയ്യുന്നില്ലായിരുന്നു. Though it is not raining, he is wearing a raincoat. ഇതിനകത്ത് ഏതാ വരിക? ദോ എന്ന് പറഞ്ഞാൽ കൺജങ്ഷൻ അല്ലെ. ദോ ഇറ്റ് ഈസ് നോട്ട് വിയറിംഗ്. ദോ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്. ഓക്കെ, ഈസ് വിയറിംഗ് എ റെയിൻകോട്ട്. അപ്പൊ അതെന്താണ്? ഈസ് വിയറിംഗ് എ റെയിൻകോട്ട് എന്ന് പറഞ്ഞാല് കൺജങ്ഷൻ അല്ലെ. മഴ പെയ്യുന്നില്ലായിരുന്നു, അയാള് ഒരു റെയിൻകോട്ട് ധരിച്ചിരുന്നു. മഴ പെയ്യുന്നില്ലായിരുന്നെങ്കിലും അയാള് ഒരു റെയിൻകോട്ട് ഉപയോഗിച്ചിരുന്നു അല്ലെ. കിട്ടിയ? മഴ പെയ്യുന്നില്ലായിരുന്നെങ്കിലും അയാള് ഒരു റെയിൻകോട്ട് ഉപയോഗിച്ചിരുന്നു അല്ലെ. അപ്പൊ ഇതിനകത്ത് ഏതാ മെയിൻ ക്ലോസ്? അയാൾ റെയിൻകോട്ട് ഉപയോഗിച്ചിരുന്നു. ഹി ഈസ് വിയറിംഗ് എ റെയിൻകോട്ട് അല്ലെ. മിസ് പറഞ്ഞു ഹി ഈസ് വിയറിംഗ് എ റെയിൻകോട്ട്. അതിനകത്ത് മെയിൻ ക്ലോസ്. ഇതാണ് മെയിൻ ക്ലോസ്. ഓക്കെ, ഇനി സബോർഡിനേറ്റ് ക്ലോസ് മിസ് എന്താ പറഞ്ഞേ? കൺജങ്ഷൻ അല്ലെ. രണ്ട് വാക്യങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? കൺജങ്ഷൻ. ഏതൊക്കെയത്? ബട്ട്, ദോ, ബിക്കോസ് അല്ലെ, ആൻഡ് അല്ലെ. ബട്ട്, ദോ, ബിക്കോസ്
ആൻഡ് ഇതൊക്കെ എന്താ കൺജങ്ഷൻ. എന്താ കൺജങ്ഷൻ? രണ്ട് വാക്യങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതിനാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ വൺ മെയിൻ ക്ലോസും അപ്പൊ ദോ ഇറ്റ് ഈസ് നോട്ട് വെയറിംഗ്, ദോ ഇറ്റ് ഈസ് നോട്ട് വെയറിംഗ് അതേതാ വരിക? ദോ ഇറ്റ് ഈസ് നോട്ട് വെയറിംഗ് സബോർഡിനേറ്റ് അല്ലെ? ഒരു സബോർഡിനേറ്റ് ക്ലോസ്. ദോ ഇറ്റ് ഈസ് നോട്ട് വിയറിംഗ് അല്ല, ദോ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് മഴ പെയ്യുന്നില്ലായിരുന്നെങ്കിലും. ഓക്കെ, മഴ പെയ്യുന്നില്ലായിരുന്നെങ്കിലും അയാൾ ഒരു റെയിൻകോട്ട്. അപ്പൊ he is not wearing a raincoat. He is wearing a raincoat. അതേതാ? മെയിൻ ക്ലോസ്. though it is not wearing അതാണ് എന്ത്? സബോർഡിനേറ്റ് ക്ലോസ്. ദോ കൺജങ്ഷൻ. കൺജങ്ഷൻ യൂസ് ചെയ്തേക്കണ ഏതാ? ദോ യൂസ് ചെയ്തേക്കണാണ് വൺ സബോർഡിനേറ്റ് ക്ലോസ് അല്ലെ? he is wearing a raincoat അതേതാ? വൺ മെയിൻ ക്ലോസ്. അപ്പൊ എന്താണ്? വൺ മെയിൻ ക്ലോസും വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്. ഇനി നമ്മൾ എന്ത് പറയാ? കോംപ്ലക്സ് സെന്റൻസസ്. എ സെന്റൻസ് ദാറ്റ് ഹാസ് one main clause and one or more subordinate clauses is called a complex sentence. Okay, അത് ഇനിയൊരു നോടി ഉണ്ട്, കോമ്പൗണ്ട്. കോമ്പൗണ്ട് കോംപ്ലക്സ്. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ്. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ് അതെന്താണ്? those sentences that has two main clauses. Those sentences that has two main clauses. Compound. Those sentences that have two main clauses and one or more subordinate clauses are called compound complex sentences. മനസ്സിലായോ? കോമ്പൗണ്ട് കോംപ്ലക്സ് എന്താ? ദിസ് എക്സാമ്പിൾ പറയാം. മൈ ബ്രദർ ആൻഡ് വൈഫ് I went to see the film. ഞാനും എന്റെ സഹോദരനും സിനിമ കാണാൻ പോയി. While my sister stayed at home and studied because she has a test coming up. എന്താ പറയുന്നത്? ഞാനും എന്റെ സഹോദരൻ സിനിമ കാണാൻ പോയെങ്കിലും എന്റെ സഹോദരി വീട്ടിൽ തന്നെ ഇരുന്നു, വന്നില്ല. എന്തുകൊണ്ട്? ബിക്കോസ്. മിസ് പറഞ്ഞു ബിക്കോസ് എന്താ? കൺജങ്ഷൻ. ബിക്കോസ് കൺജങ്ഷൻ യൂസ് ചെയ്തു വന്ന വാക്യങ്ങൾ എന്താ പറയണേ? സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, മറ്റൊരു മെയിൻ ക്ലോസ്. ബിക്കോസ് ഷീ ഹാസ് എ ടെസ്റ്റ് കമ്മിങ് അപ്പ്. എന്താ പറയുക? എക്സാമ്പിൾ നമുക്ക് നോക്കാം. മൈ ബ്രദർ ആൻഡ് ഐ. മൈ ബ്രദർ ആൻഡ് ഐ വെന്റ് ടു സീ. ഞാനും എന്റെ ബ്രദറും. മൈ ബ്രദർ ആൻഡ് ഐ വെന്റ് ടു സീ ദ ഫിലിം ലാസ്റ്റ് നൈറ്റ് വൈൽ മൈ സിസ്റ്റർ സ്റ്റേഡ് അറ്റ് ഹോം ആൻഡ് സ്റ്റഡി ബിക്കോസ് ഷീ ഹാസ് എ ടെസ്റ്റ് കമ്മിങ് അപ്പ്. മിസ്സിന് സ്പീഡ് കൂടി. ലാസ്റ്റ് ഭാഗങ്ങളെ മനസ്സിലാകുന്നില്ല. ഏതാ മനസ്സിലാകാത്തെ? ഏതാണ് പറയൂ. കോംപ്ലക്സ് മനസ്സിലായോ? കോംപ്ലക്സ് സെന്റൻസ് മനസ്സിലായോ? ലാസ്റ്റത്തെ കോമ്പൗണ്ട് കോംപ്ലക്സ് അല്ലേ? കോമ്പൗണ്ട് കോംപ്ലക്സ്. എങ്ങനെ കോമ്പൗണ്ട് കോംപ്ലക്സ് വന്നേ? കോമ്പൗണ്ട് കോംപ്ലക്സ് വന്നാല് those sentences, okay, those sentences which have two main clauses. ഏതൊക്കെ വാക്യങ്ങളാണോ രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടാവും. ഓക്കെ, ഇതാ ഏത് വാക്യങ്ങളാണോ രണ്ട് മെയിൻ ക്ലോസസും ഒന്നിലധികം one or more subordinate clauses. subordinate clauses അല്ലെ? അതിനെയാണ് എന്ത് പറയണേ? അറിയൂ? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ്. കോമ്പൗണ്ട് കോംപ്ലക്സ്. അതിന്റെ എക്സാമ്പിൾ ആണ് മിസ് പറഞ്ഞത്. മിസ് പറഞ്ഞ് എന്താണ് സബോർഡിനേറ്റ് എന്ന് പറയൂ. സബോർഡിനേറ്റ് ക്ലോസ് കൊണ്ട് എന്താ? സബോർഡിനേറ്റ് ക്ലോസ് കൊണ്ട് എന്താണ്? കൺജങ്ഷൻ അല്ലെ? കൺജങ്ഷൻ മുമ്പില് കൺജങ്ഷൻ ഉണ്ടെങ്കിൽ ഏതാ പറയൂ? മുമ്പില് കൺജങ്ഷൻ ഉണ്ടെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് അല്ലെ? അതാണ് പറഞ്ഞത്. മൈ ബ്രദർ and I went to see the film last night and my sister stayed at home. ഇത് രണ്ടും ഏത് ക്ലോസാ അറിയോ? ഇത് രണ്ടും ഏതാ? മെയിൻ ക്ലോസ് അല്ലെ? മെയിൻ ക്ലോസ് അല്ലേ ഇത് രണ്ടും? ഇനി എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഹാഡ് എ ടെസ്റ്റ്. ബിക്കോസ് മിസ് പറഞ്ഞ രണ്ട് വാക്യങ്ങളിൽ
കൺജങ്ഷൻ യൂസ് ചെയ്യും. രണ്ട് വാക്യങ്ങളെ ബന്ധിപ്പിക്കാൻ യൂസ് ചെയ്യുന്നതിന് എന്ത് പറയണേ? കൺജങ്ഷൻ അല്ലെ? ബിക്കോസ് കൺജങ്ഷൻ ആണ്, ബട്ട് കൺജങ്ഷൻ, ആൻഡ് കൺജങ്ഷൻ അല്ലെ? ബിക്കോസ് ഷീ ഹാസ് എ ടെസ്റ്റ് കമ്മിങ് അപ്പ്. അവൾ വന്നില്ല സിനിമ കാണാൻ. എന്തുകൊണ്ടാ? ബിക്കോസ് ഷീ ഹാസ് എ ടെസ്റ്റ്. അവൾക്കൊരു പരീക്ഷയുണ്ടായിരുന്നു അല്ലെ? പിടിയിട്ടേ നിങ്ങൾക്ക് മിസ് പറഞ്ഞേ എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്? വൺ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൺജങ്ഷൻ ഏതൊരു വാക്യത്തിന്റെ മുമ്പിലാണോ കൺജങ്ഷൻ ഉണ്ടാവുന്നേ അതിനെയാണ് എന്ത് പറയാ? സബോർഡിനേറ്റ് ക്ലോസ്. മൈ ബ്രദർ എന്ന് പറയുമ്പോ ഏത് പറയാ? മെയിൻ ക്ലോസ് അല്ലെ? അപ്പൊ നാലാമത്തെ കോമ്പൗണ്ട് കോംപ്ലക്സ് എന്താണ്? വൺ അല്ലെ, ടു മെയിൻ ക്ലോസസ്. Two main clauses and one or more subordinate. One or more subordinate clause are called compound complex sentence. ഒന്നാമത്തേന് one main clause. അതിനെന്താ പറയാ? Simple sentence. Two or more main clause. അതിനെ എന്ത് പറയാ? Compound. പറയൂ എല്ലാരും പറയൂ. Compound sentences. വെരി ഗുഡ്. അത്രയും കിട്ടി. ഇനി മൂന്നാമത്തെ എന്താ? One main clause and one or more subordinate clauses അല്ലെ? അതിനെയാണ് എന്താ പറയാ? കോംപ്ലക്സ്. നാലാമത്തേന് കോമ്പൗണ്ട് കോംപ്ലക്സ്. കോമ്പൗണ്ട് കോംപ്ലക്സ് എന്നാ? ടു മെയിൻ ക്ലോസ് and one or more subordinate clauses അല്ലെ? അതിന് എക്സാമ്പിൾ ഒന്നാമത് സിമ്പിൾ സെന്റൻസിന്റെ എക്സാമ്പിൾ എന്താ? ക്ലോസ് എന്താ? ഒരു വെർബും ഒരു സബ്ജക്റ്റും. സിമ്പിൾ സെന്റൻസിന്റെ എക്സാമ്പിൾ ആണ് ജോൺ ഹാസ് സിമ്പിൾ സെന്റൻസ് അല്ല, ഒരൊറ്റ. രണ്ടാമത്തെ മറ്റേ രണ്ടാമത്തെ കോമ്പൗണ്ട് സെന്റൻസിന് എക്സാമ്പിൾ എന്താ മിസ് പറഞ്ഞേ? അല്ലെ? ഐ അറൈവ്ഡ് ഇൻ ദ മെയിൻ ക്ലോസ് ആൻഡ് ദ ബിഗ് ഡോഗ് സ്റ്റാർട്ടഡ് ബാർക്കിംഗ്. അനദർ വെർബ് അല്ലെ? രണ്ടാമത്തെ മെയിൻ ക്ലോസ്. രണ്ട് മെയിൻ ക്ലോസ് ഉള്ളതിനാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഏതാ? കോംപ്ലക്സ് എന്താ? വൺ one main clause and one or more subordinate. എന്താ പറയുക? So it is not raining അല്ലെ? മഴ പെയ്യണ്ടായില്ല, പക്ഷെ അയാൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ കൺജങ്ഷൻ, മുമ്പിലെ കൺജങ്ഷൻ. ഏതൊരു വാക്യത്തിന് മുമ്പിലാണോ കൺജങ്ഷൻ വരുന്നത് അതിനെയാണ് സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ ഏതിനകത്ത് കൺജങ്ഷൻ? ദോ യൂസ്, അത് സബോർഡിനേറ്റ്. ഹി ഈസ് വിയറിംഗ്, അതെന്താ? മെയിൻ ക്ലോസ്. ഓക്കെ, അത് ഓക്കെ അല്ലേ? ഇനി നാലാമത്തെ ഏതാ വരിക? കോമ്പൗണ്ട് കോംപ്ലക്സ്. ടു മെയിൻ ക്ലോസസ് ആൻഡ് വൺ ഓർ മോർ സബോർഡിനേറ്റ്. അതെന്തുകൊണ്ടാണ് മിസ് പറഞ്ഞത്? കൺജങ്ഷൻ കഴിഞ്ഞ് വരുന്നതിനാണ് എന്ത്? കൺജങ്ഷന്റെ മുമ്പിൽ കൺജങ്ഷൻ ഉണ്ടെങ്കിൽ ഏതാ? സബോർഡിനേറ്റ് ക്ലോസ് അല്ലെ? അപ്പൊ മൈ സിസ്റ്റർ നോട്ട് കെയിം ടു സിനിമ. വൈ? ഷീ ഹാസ് എ ടെസ്റ്റ് കമ്മിങ് അപ്പ് അല്ലെ? ബിക്കോസ് ഷീ ഹാസ് എ ടെസ്റ്റ് കമ്മിങ് അപ്പ്. അതെന്താ വരിക? ഇത് കോമ്പൗണ്ട് അല്ലെ? വൺ സബോർഡിനേറ്റ് അല്ലെ? സബോർഡിനേറ്റ് ക്ലോസ്. മറ്റെന്താ? ടു മെയിൻ ക്ലോസ്. മൈ ബ്രദർ ആൻഡ് ഐ വെന്റ് ടു സീ ദ ഫിലിം ആൻഡ് മൈ സിസ്റ്റർ സ്റ്റേഡ്. അതെന്താ? ടു മെയിൻ ക്ലോസ്. അതെന്താ വരിക? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. ഓക്കെ, ക്ലിയർ ആയി? ഇന്ന് ഏതൊക്കെ നമ്മൾ നോക്കിയേ? സെന്റൻസ് എന്താ നോക്കി? സെന്റൻസിന് രണ്ട് ഭാഗങ്ങൾ അല്ലെ? സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്. സെന്റൻസിന് 4 തരം സെന്റൻസ്: അസർട്ടീവ്, ഇമ്പരേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ഇനി ക്ലോസ് ഘടന, ക്ലോസ് സ്ട്രക്ചർ പ്രകാരം സെന്റൻസിനെ 4 ആക്കി തരംതിരിച്ചിട്ടുണ്ട്. സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയേക്കണം. ഓക്കെ, എന്തായി കേട്ടോ? ലാസ്റ്റ് പോയിന്റ് എക്സാമ്പിൾ. ഓക്കെ, അതാ മിസ് പറഞ്ഞ എന്താണ് ലാസ്റ്റ് പോയിന്റ്? മൈ ബ്രദർ ആൻഡ് ഐ went to see the film last night while my sister stayed at home and studied because she has a test coming up. എന്താ മിസ് പറഞ്ഞ? ലാസ്റ്റിന്റെ വൺ സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, എന്താ പറയാ? ടു മെയിൻ ക്ലോസസ് ആൻഡ് വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസ്. അതിനാണ് എന്ത് പറയാ? കോമ്പൗണ്ട് കോംപ്ലക്സ്. ഓക്കെ, മൈ ബ്രദറും and I to see the film last night and my sister stayed at home. രണ്ടും മെയിൻ ക്ലോസ്.
ബിക്കോസ് കൺജങ്ഷൻ യൂസ് ചെയ്ത് വന്നത് എന്താ? ഏത് വാക്കിന് മുമ്പിലാണോ കൺജങ്ഷൻ വന്നെ അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ ഓക്കെ, പിടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ നോട്ട് അയച്ചു തരും കേട്ടാ, ടെക്നിക്കലി അയച്ചു തരും. ഓക്കെ, അപ്പോ നമ്മുടെ ക്ലാസ് തീരാറായിട്ടുണ്ട്. 12th നേരം കൂടി എടുത്തു, ടെക്നിക്കൽ ഇഷ്യൂ ഒന്നായിരുന്നു. ഓക്കെ ആ മിസ് അപ്പൊ അയച്ചു തരും. പിന്നെ 5 ക്വസ്റ്റ്യൻസ് അയച്ചു തരും, അത് ചെയ്തു നോക്കണം കേട്ടാ. 5 ക്വസ്റ്റ്യൻസ് ചെയ്തു തരും, അത് ചെയ്തു നോക്കണം. പിന്നെ നോട്ട് അയച്ചു തരും. ഓക്കെ അത് ചെയ്തു നോക്കണം. താങ്ക് യു. താങ്ക് യു. ഓക്കെ Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am.